പ്ലാന്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, പെഡിക്യൂർ ചെയ്യാനും. പിന്നെ എൻ്റെ ഹെയറൊക്കെ, മുടിയൊക്കെ ഭയങ്കര നരയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മുടി നരച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നോട്ട് ഞാൻ കുറേ നെല്ലിക്ക കഷായമൊക്കെ മമ്മി ഉണ്ടാക്കി തന്നു, കുറേ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ ആ നരയൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് മന്ത്ലി ഒരു തവണയെങ്കിലും ഹെയർ കളർ ചെയ്യണം. പക്ഷെ ഇപ്പൊ ഫേഷ്യലൊന്നും ചെയ്യണ്ട, എൻ്റെ സ്കിൻ നന്നായിട്ടുണ്ട്. ഞാൻ വന്ന ആ ഒരു സമയത്ത് എൻ്റെ സ്കിൻ വല്ലാതെ മോശമായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തൊന്നും പോകാനുള്ള ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എപ്പോഴും നെഞ്ചത്ത് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, അവിടെ ആ അമ്പലത്തിൽ പോകുന്നു, ഇവിടെ നമ്മുടെ അമ്മായിയുടെ വീട്ടിൽ പോകുന്നു, അങ്ങനെ മൊത്തം തിരക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാ പറഞ്ഞ ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നിട്ട് അവര് നമ്മുടെ ഫേസ് ഉണ്ടല്ലോ, ഫേസിന്റെ ഫോട്ടോ നമ്മൾ എടുത്തു കൊടുക്കും. അപ്പൊ അത് സ്പോട്ട് ചെയ്തിട്ട് അത് കണ്ടിട്ട്, ആ ഫോട്ടോ കണ്ടിട്ട് ഈ പ്രൊഫൈൽ പിക്ചറും നമ്മൾ അവർക്ക് പ്രൊഫൈൽ പിക്ചറും അവരെടുക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ ഫേസിന്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോയും എടുക്കും. ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയി എനിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഫേസ് കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷെ വന്ന ആ ഒരു സമയത്ത് എനിക്ക് നല്ല, ഞാൻ വെയിൽ ഒട്ടും കൊള്ളാതിരിക്കുന്ന വീടിന്റെ അകത്തിരുന്ന്, അവിടെ ഒട്ടും വെയിലും ഉണ്ടായിരുന്നില്ല, ഇരുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് പെട്ടെന്ന് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ടാൻ ആയിരുന്നു എൻ്റെ സ്കിൻ. പിന്നെ ഈ അടുത്തിടെയായിട്ട് എൻ്റെ കണ്ണിന്റെ അടിയിലും ഒരു ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് വന്നു തുടങ്ങി. അപ്പൊ അത് അവർ നമ്മളോട് ചോദിക്കും കേട്ടോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നിങ്ങളുടെ സ്കിൻ പിന്നെ ഡ്രൈ സ്കിൻ ആണോ, പിന്നെ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് മുഖക്കുരു ഒക്കെ ഉണ്ടാവും, അപ്പൊ അതാണോ, അങ്ങനെ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിനുള്ള പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. നമ്മള് ഇപ്പൊ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ആപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എനിക്ക് അവരൊരു കിറ്റ് അയച്ചു തന്നു കേട്ടോ. ഞാൻ പറഞ്ഞ എൻ്റെ സ്കിൻ പ്രോബ്ലംസ് വെച്ചിട്ട് ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് കിറ്റ് ഉണ്ടാക്കി. ആ കിറ്റിൽ വന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു കിറ്റാണ് അവരെനിക്ക് അയച്ചു തന്നെ. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിറ്റിന് എനിക്ക് 1499 റുപ്പീസേ ഉള്ളൂ. ഭയങ്കര റീസണബിൾ റേറ്റ് ആണ്. നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷനും കിട്ടി, അതിൻ്റെ കൂടെ ഇത്രയും പ്രൊഡക്ട്സും കിട്ടി. അപ്പം എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മണമൊന്നുമില്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഈ ഫേസ് വാഷ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ജസ്റ്റ് സാധാരണ ഫേസ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ തോന്നുന്നത് കുറച്ച് ഹാർഡാണെന്ന്. ഇത് വളരെ സോഫ്റ്റ് ആണ്. ഞാൻ ഇതിൻ്റെ പ്രത്യേകം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്, വളരെ മുഖത്തേക്ക് അങ്ങനെ ഹെവി ആയിട്ട് നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നത്തില്ല. വളരെ ലൈറ്റ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങനെ കുത്തണ ഒരു മണമൊന്നും ഇല്ല. നല്ല ഫേസ് നല്ല ക്ലിയർ ആയി കിട്ടും ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് അടുത്തൊരു പ്രൊഡക്റ്റ്, സൂത്തിങ് ഹൈഡ്രാ ജെൽ. അപ്പം നമ്മളുമായിട്ട് അവർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പ്രശ്നങ്ങൾക്കാണ് അവർ എനിക്കിത് തന്നത്. ഇതേ പ്രൊഡക്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക്, ഓരോരുത്തർക്ക് ഇപ്പോൾ മുഖക്കുരു ഉള്ളവർക്ക് വേറെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക്, എൻ്റെ ഫേസ് പ്രോബ്ലംസിന് അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് ഈ സൂത്തിങ് ഹൈഡ്രാ ജെല്ലാണ്. ഇത് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു കോയിൻ സൈസ് ഒക്കെ എടുത്താൽ മതി എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വലിയ മണമൊന്നുമില്ല. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. അത് നല്ല ഒരു മോയ്സ്ചറൈസർ ഫീലാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ഇടുന്ന പോലെയാണിത്. എനിവേസ് ഇത് നല്ല സുഖമാണ്, ഇട്ടിട്ട് എനിക്ക് ഒരു പ്രോബ്ലവും വന്നില്ല. ഞാൻ ഒരാഴ്ചയായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. പിന്നെ എനിക്ക് അവര് അയച്ചു തന്നെ അണ്ടർ ഐ ജെല്ലാണ്. ഇത് നല്ല രസമാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെയും വൈകുന്നേരവും 2 നേരം യൂസ് ചെയ്യണം. മാറ്റമില്ലേ? നിങ്ങൾക്ക് എൻ്റെ കണ്ണിൻ്റെ അടി കണ്ടിട്ട് തോന്നുന്നില്ലേ ഒരു കറുത്ത പാട്? നല്ല വ്യത്യാസമില്ലേ? ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. ആ ഒരു ഇതിൽ ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തോന്നണം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ. ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇത്
ദിവസത്തിൽ 2 നേരം അപ്ലൈ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ജെല്ലാണ്. എൻ്റെ ഫാമിലിയിൽ പല ആൻറ്റിമാരുടെയും സ്കിൻ ഇങ്ങനെ ഭയങ്കര ടാൻ ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇവരുടെ സ്കിന്നൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവരൊക്കെ കുറെ ഇങ്ങനെ ഈ കുറെ റബ്ബറും തോട്ടവും പിന്നെ ഇങ്ങനെ പാടത്തൊക്കെ പണിയെടുക്കുന്നവരായിരിക്കും. ഞങ്ങളുടെ ഒരു ബേസിക്കലി ഒരു കർഷക ഫാമിലിയൊക്കെയാണ്. അപ്പം പശുവിനെ ഇങ്ങനെ അങ്ങോട്ട് കെട്ടാനും പിന്നെ അവിടെ പണിക്കാരൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇവര് ഈ സൺസ്ക്രീനെ പറ്റി ഒട്ടും അവെയർ അല്ല. സോ അവരൊന്നും അങ്ങനെ കേട്ടിട്ട് പോലുമില്ല. ഈവൻ എൻ്റെ മമ്മിക്ക് പോലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മുടെ ഒരു ജനറേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ വെയിലിലോട്ട് പോകുമ്പോൾ സൺസ്ക്രീൻ തേക്കണമെന്നോ അല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുമെന്നും നമുക്കിപ്പോൾ അതിനെപ്പറ്റി അറിയാം. അപ്പം എന്തായാലും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ തേക്കുക എന്നുള്ളത് വളരെ വളരെ നിർബന്ധമാണ്. ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ഒരു മിനറൽ സൺസ്ക്രീൻ ജെല്ലും അവർ തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പ്രൊഡക്ട്സ് എനിക്ക് വെറും 1499 റുപ്പീസിന് കിട്ടി. അപ്പോൾ നിങ്ങൾ ക്യൂർ സ്കിൻ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മിയ 100 എന്നുള്ള ഈ ഒരു വൗച്ചർ കോഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 റുപ്പീസ് ഓഫ് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ടേഷൻ എടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് ഈ ആപ്പ് എന്നൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കുവിൻ്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങണം. ടാക്സി വന്നു കഴിഞ്ഞല്ലോ. ഇതാണ് മീര ചേച്ചിയുടെ മൺസൂൺ. എത്ര വർഷമായതറിയാം? ഒരു 10-20 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. ഗാവനമാക്കി മാറ്റിയല്ലോ ചേച്ചി. ഞാൻ പണ്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉള്ള അടിപൊളി. ലോക്ക്ഡൗൺ അല്ലല്ല, ഫേസ് വരാതെ എടുക്കാം. ഇവിടെ നല്ല റിസപ്ഷൻ ഏരിയ ഒക്കെ ആക്കിയല്ലോ, അടിപൊളി. ഇതാണ് മീന ചേച്ചി എന്നോട് പറഞ്ഞു, ഇനി വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇല്ല, നിങ്ങൾ കാണിക്കുന്നില്ല, ഡോണ്ട് വറി. അടിപൊളി. ആ റിസപ്ഷൻ ഏരിയ ഒക്കെ സൂപ്പർ ആയല്ലോ. പിന്നെ ഓ വേണ്ട, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എത്ര നാളായി ഇവിടെ വരുമ്പോ ഏതൊരു റിലാക്സേഷൻ മോഡിലേക്ക് ഓണാവും. രാവിലെ 3 ഇഡ്ഡലിയല്ലേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ആകെ കൈയും കാലൊക്കെ വിറച്ചു. ഭക്ഷണം കഴിക്കാൻ തോന്നി. അപ്പോഴത്തേനും അവരെനിക്കൊരു നല്ല ബ്ലാക്ക് ടീ ഇട്ട് തന്നു, ബിസ്ക്കറ്റും കിട്ടി. ഹെയർ കളറൊക്കെ ചെയ്താൽ നന്നായിട്ടുണ്ട് കേട്ടോ. ആ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ചക്കുക്കുട്ടൻ എന്താവും എന്തോ നോക്കാം. കളർ ചെയ്യുന്ന നന്നായിട്ടുണ്ട്. ഹെയർ കളർ അടിപൊളി. ലോറിയിലാണ്. ചക്കുക്കുട്ടാ പിണങ്ങിയിരിക്കാണ് അമ്മോടെ. എന്ത് ഫാൻ ഇടാത്ത? എന്നാ പറ്റി? അമ്മേനെ മിസ് ചെയ്താ? ഡിഡ് യു മിസ് മീ? പിണങ്ങിയിരിക്കുവായിരുന്നാ? ആണോ ചക്കു? അമ്മയോട് പിണങ്ങിയിരിക്കുവാണോ? ഒന്നും മിണ്ടണില്ല കേട്ടോ. അമ്മ വാങ്ങിച്ചേക്കണേ. നവ്യ ബേക്കറിന്ന് വട്ടയപ്പം വാങ്ങിച്ചു, പഴംപൊരി വാങ്ങിച്ചു, ചക്ക വറുത്ത് വാങ്ങിച്ചു. അച്ചപ്പൻ ചക്കുവിന് ഇഷ്ടമാണ്. നെയ്യപ്പം വാങ്ങിച്ചു. പിന്നെ എന്നാ വാങ്ങിച്ചേ? ബിസ്ക്കറ്റ്. എന്താ അവിടെ ചൂണ്ടിക്കാണിക്കണേ? എന്താണ്? പിന്നെ എന്നാ വാങ്ങിച്ചേ? ചക്കു വിഷമിച്ച് പോയടാ അമ്മ പുറത്ത് പോയപ്പോ. അമ്മേനെ കാണാതെ ഇപ്പൊ സങ്കടമായോ അമ്മയുടെ ചക്കുവിനെ? കരഞ്ഞില്ല അല്ലേ പപ്പേ? അമ്മ പേടിച്ചിരിക്കുവായിരുന്നു. ഓ അപ്പൊ ഓഫീസിൽ പോയി. ബാബാ. ഓ ഒഴിവാക്ക സാമ്പാർ. ചക്കു കഴിക്കണ കാണി. ആ വീടെന്താ കാണിച്ചിട്ടേക്കണേ? യെല്ലോ.
ചക്കാട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മമ്മി. ഈ വന്നട ചേട്ടയുടെ ബസ് ദേവന് അതിലാണ് ചേട്ട. എവിടെ ചേട്ട? എടാ ചേട്ട ഓടി പാടാ. ചേട്ട വന്നു. ഡോറൊന്നും അടയ്ക്കണില്ല. ഉണ്ടായിരുന്നു മുട്ട. ആ ഫ്രൈഡ് റൈസും മുട്ടക്കറിയോ? ലെസൺസ് ഒക്കെ ബോറിംഗ് ആയിരുന്നു. ഇഷ്ടായോ നിനക്ക്? പുതിയ സ്കൂൾ ഇഷ്ടായോ? നെയ്യപ്പം ചക്കപ്പനും ചായ കുടിക്കാം. ഞാനും ഒരു ചായ, മധുരമിടാത്തൊരു ചായ. ചക്കു ഹാപ്പി? ഫണ്ണിയാണോ അത്? സ്ലോലി നോക്ക്. ആ സൂക്ഷിച്ച് വാ. ചക്കു ഇത് കളിക്കുന്ന എല്ലാരും കാണട്ടെ. വാ, ഓടി വാ. അല്ല, ഓടി വരണ്ട കേട്ടോ, പതിയെ വന്നാ മതി. ഇത് ആരാ ചക്കുകൂട്ടിനെ ഡ്രസ് ഇട്ട് തരുന്നേ? ചക്കുവിന്റെ ചേട്ടയാണോ? അയ്യോ എടാ ഏട്ടാ, അവനെ അങ്ങനെ മിടുക്കൻ. താങ്ക് യു തത്തുകൂട്ടാ, അമ്മേനെ ഹെൽപ്പ് ചെയ്തേ. മമ്മി നെയ്യ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ദോശ, കുറച്ച് സാമ്പാർ, ഇതാണ് എൻ്റെ ഡിന്നർ. കാരണം അതിന് മാത്രം സ്നാക്സ് മുഴുവൻ അടിച്ച് കയറ്റി. ഇനി കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഗൈസ്, ഞങ്ങൾ തിങ്കളാഴ്ച കിട്ടിയ ഹോംവർക്കാണ് വെച്ചോണ്ടിരുന്ന് ഇപ്പോൾ ഇന്ന് തേഴ്സ്ഡേ വൈകിട്ടല്ല, രാത്രി 9:15 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഹോംവർക്കാണ് തത്തുകൂട്ടൻ ചെയ്യണത്. ഫ്രഞ്ചിൽ എന്തെങ്കിലും ഒന്ന് എല്ലാവരോടും പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായില്ല ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതിന് മുമ്പ് കൊടുത്തതിനെ കൊറേ നാളെല്ലാവരും എല്ലാരും അറിയട്ടെ. രാത്രി വ്യാഴാഴ്ച രാത്രി 9:15 ഹോംവർക്ക് ചെയ്യണേന്ന്. അതെ വേറെ എന്തെങ്കിലും ചോദിച്ചേ? അത് മാത്രം ഈ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ക്രോസോണ്ട് കഴിച്ചോന്ന് അല്ലാതെ വേറെ എന്തെങ്കിലും നിനക്ക് ഫ്രഞ്ചിൽ അറിയാമോ? ഹോട്ട് ചോക്ലേറ്റ്. കുട്ടൻ്റെ യൂണിഫോം ഒക്കെ റെഡിയാക്കി വെച്ചു. ബെൽറ്റ്, ടൈ ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയമാകുമ്പം എനിക്ക് ഓടാൻ വയ്യ. സോക്സ് ഓൾ സെറ്റ്. സമയം 10 മണി കഴിഞ്ഞു. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഗുഡ് നൈറ്റ്, ബൈ.